ഹലോ, ഇപ്പോൾ കാണുന്നത് ബാംഗ്ലൂരിലെ വിധാന സൗദയാണ്. ഇതാണ് ബാംഗ്ലൂരിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. നമ്മളിന്ന് ബാംഗ്ലൂരിലെ ചിക്പേട്ടിലാണ് പോകുന്നത്. ചിക്പേട്ട് ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് റേറ്റിലാണ് കിട്ടുന്നത്. ഈ ക്രോപ്പ് ടോപ്പിനൊക്കെ 20 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീഷർട്ടൊക്കെ 50 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഒന്നും അങ്ങനെ പഴയതൊന്നുമല്ല, പക്ഷെ നല്ല ക്വാളിറ്റി. പഴയതുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പഴയതുണ്ട്. ഈ കാണുന്ന ബാഗിനെല്ലാം 50 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 രൂപയേ ഉള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, നല്ല വേർത്തായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് കിട്ടും. നമുക്കിവിടെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു സാധനങ്ങൾ കൂടുതലാണ് ഇവിടെ ഉള്ളത്. പിന്നെ തുണി ഐറ്റംസുകൾ കണ്ടോ. ഇവിടെ നമുക്ക് നിത്യ ഉപയോഗത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് അതേപോലെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് 150 രൂപ തൊട്ടാണ്. പലതും ചെറുതുമായുള്ള നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ മിക്സിയുണ്ട്, പഴയ മിക്സിയൊക്കെ ഉണ്ട്. പിന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കാസ്ട്രോ ഒക്കെ കാണാം, വലിയ വലിയ കാസ്ട്രോ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. ഇനി നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കാണുന്നത് മീനിൻ്റെ സെഷനാണ്. ഇവിടെ എല്ലാം 50 രൂപയ്ക്കാണ്. പിന്നെ ഫിഷ് ടാങ്കിന് 100 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ ഫിഷ് ടാങ്കിന് ഇതിനൊക്കെ 300 രൂപയുള്ളൂ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ല വേർത്തായിട്ടുള്ള ഐറ്റംസാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യമായിട്ട് വരുന്നവർ ചിക്പേട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ ഫൈൻ ഇടും. അതായത് എൻ്റെ വണ്ടിയിൽ അതേ കണക്ക് അവർ ലോക്കിട്ടിട്ട് പോയി. ലാസ്റ്റ് അവർ എന്താ പറയുന്നത്, അവർ തന്ന നമ്പറിൽ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പിന്നെ അത് സെറ്റിലായത്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.